MSCയുമായി സഹകരിച്ച് ഇപ്പോൾ MSCയുടെ വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വരുന്നു. MSC ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി, അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ നോക്കൂ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മാർപോൾ കൺവെൻഷൻ അനുസരിച്ച് ഈ ഓയിൽ സ്പിൽ ഉണ്ടായാൽ കടലിൽ എണ്ണ പരന്നാൽ നഷ്ടപരിഹാരം ഈടാക്കാം. ഹസാർഡസ് ആൻഡ് നോക്സിയസ് സബ്സ്റ്റൻസ് കൺവെൻഷൻ HSNS അനുസരിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക്, അതായത് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം വാങ്ങാം. ഇനി കപ്പലിൻ്റെ അവശിഷ്ടം എവിടെയെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നൈറോബിയിൽ ചേർന്ന സർവ്വദേശീയ കടൽ സമ്മേളനം കടൽ ജീവികൾക്കുണ്ടാകുന്ന ശോഷണം അടക്കം പരിഹരിക്കുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. സൊലാസ് കൺവെൻഷൻ, സുവ കൺവെൻഷൻ, ഫണ്ട് കൺവെൻഷൻ, ഇങ്ങനെ നിരവധി ഇന്റർനാഷണൽ പ്രോട്ടോക്കോളുകൾ ഉണ്ട്. നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യർക്കുള്ള പണവും ഒക്കെ ഈടാക്കുന്നതിന് എന്നിരിക്കെ ഒരു കൺസെൻസസ് എന്നാണ് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന പദം. ആ കൺസെൻസസ് ആണോ ശരിയായ വാദം? അങ്ങനെയാണ് ശരി എന്നുള്ളത്, അങ്ങനെയാണ് ശരി വേണ്ടത് എന്ന് ഈ രംഗത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ താങ്കളുടെ ആംഗിൾ എന്താണ് അക്കാര്യത്തിൽ? അല്ല, ഈ രംഗത്തുള്ള ആളുകൾ അങ്ങനെ നടക്കൂ, നമ്മൾ അടിമകളാണ് എന്നതാണ് അതിൻ്റെ ഒരു സത്യം. നോം ചോംസ്കിയുടെ ഒരു പദമുണ്ടല്ലോ ഫേമസ് ആയിട്ട്, പ്രോഫിറ്റ് ഓവർ പീപ്പിൾ, ബിസിനസ് ഓവർ പീപ്പിൾ. ഇവിടെ ഇപ്പോൾ സാൽവേജിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് വളരെ വളരെ വിഷമത്തോടു കൂടി പറയണം, ലോകത്തെ എത്ര സ്ഥലങ്ങളിൽ ഇത്ര വലിയ എൻവറോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടായിട്ട് സാൽവേജിങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച രാജേഷ് സാറ് തന്നെ പറഞ്ഞു, സാൽവേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇത്രയും മാരകമായ എണ്ണയും ഇപ്പോൾ തോട്ടപ്പള്ളി ഉണ്ടായ അപകടത്തിൻ്റെ ഇപ്പോൾ ഇതിലിരിക്കുന്നവർക്കറിയാം, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ അറിയാം, അടിമലത്തുറ വരെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കും കശുവണ്ടി എത്തി എന്ന് പറഞ്ഞാൽ എവിടേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്, അവിടുന്ന് പുറത്തു വന്ന രാസവസ്തു എവിടേക്ക് വ്യാപിച്ചിട്ടുണ്ട്. എന്ത് സാൽവേജിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയണേ? എത്ര സമയം കൊണ്ടായി സാൽവേജിങ് നടക്കുക? ഇത് ഒരു ഫുഡ് ചെയിനിൽ വന്നാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കൊന്നും പറ്റില്ല. ഇപ്പോൾ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ മറ്റേ ഓയിൽ സ്പില്ല്, ഹസാർഡസ് വേസ്റ്റ്, വായു മലിനീകരണം പിന്നെ പോട്ടെ, ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് പോകുമെന്ന് വിചാരിക്കാം. പക്ഷേ ഫുഡ് ചെയിനിൽ ഒരു പ്രശ്നമുണ്ടായാൽ എന്ത് സാൽവേജിങ് അവിടെ നടക്കുക? ഒരു സാൽവേജിങ് നടക്കില്ല അഭിലാഷേ, ഒരു സാൽവേജിങ് നടക്കില്ല. കുറച്ച് അതും ഇതൊക്കെ എടുത്ത് മാറ്റുന്നല്ലാതെ ഒരു 90%, ഞാൻ പറയുന്നു 90%ഉം ഈ കടലിൽ തന്നെ കിടക്കും. അങ്ങനെയാണ് ഇതിപ്പോൾ ഇവിടുത്തെ മാത്രമല്ല, ലോകത്തുണ്ടായിട്ടുള്ള കപ്പലപകടങ്ങളിലെ മിക്കവാറും സ്ഥലങ്ങളിൽ. പിന്നെ MSC നല്ല കമ്പനിയാണ്, അതുകൊണ്ട് 2 അടി അടിച്ചാലും നമ്മൾ സഹിക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക? നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നതാണ് ഒരു സർക്കാരിൻ്റെ നയമെങ്കിൽ പിന്നെ അന്താരാഷ്ട്ര കൺവെൻഷൻ എന്താ അർത്ഥം? ഇപ്പം നമ്മുടെ നാട്ടിൽ CRPC IPC ഒക്കെ ഉണ്ട്, അതുപോലെ അത് മാറ്റിയ സാധനങ്ങളുണ്ട്. നമുക്ക് CRPC IPC ഒന്നും വേണ്ട, തല്ലിയാൻ ഒരിത്തിരി കഴിവുള്ളവനാണ്, അതുകൊണ്ട് CRPC വേണ്ട എന്ന് പറയുന്നതിന് തുല്യമായൊരവസ്ഥയല്ലേ ഇത്? നമ്മളെ അടിക്കുന്നവൻ വളരെ ശക്തനും അധികാരമുള്ളവനുമാണെങ്കിൽ എന്തിനാ ഇപ്പോൾ അവനോട് വഴക്കുണ്ടാക്കുമ്പോൾ എന്താണുള്ള കാശ് മേടിച്ച് മിണ്ടാതിരുന്നാൽ പോരെ, അവർ വലിയ ആളല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്. പ്രായോഗികമായി എത്ര സ്ഥലത്ത് കേസ് കൊടുത്തിട്ടുണ്ട്, എത്രയോ രാജ്യങ്ങൾ കേസ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മെക്സിക്കൻ ഓയിൽ സ്പില്ലിനെ കുറിച്ച് ഞാനതാ നേരത്തെ പറഞ്ഞേ, എത്ര പൈസ മേടിച്ചിട്ടുണ്ട് ഓയിൽ സ്പില്ല് ഇതിനെക്കുറിച്ച്, ഹസാർഡസ് വേസ്റ്റിനെ കുറിച്ച്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ നോം ചോംസ്കിയുടെ പ്രിൻസിപ്പിൾ നടക്കില്ല, പ്രോഫിറ്റ് ഓവർ പീപ്പിൾ. ജനങ്ങളെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ അത് പറയാൻ ആർക്കാ പറ്റാത്ത? ഈ എക്കോസിസ്റ്റം പോയാൽ ഒരു മന്ത്രിസഭയുടെയോ മന്ത്രിയുടെയോ ഒരു കാലമല്ലല്ലോ ഇതിനുള്ളത്. ഇത് എത്ര കൊല്ലത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും? ആർക്കറിയാൻ പറ്റും ഇതിൻ്റെ എത്ര കൊല്ലത്തേക്ക് ഉണ്ടാവുന്നു? ഇത് ആഴക്കടലിൽ പോയാൽ, അല്ലെങ്കിൽ ആഴക്കടലിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ 70 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് പോയാൽ, അത് അവിടെ കിടന്നാൽ, അത് അടിയിൽ കിടന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം? കടലിലുണ്ടാവുന്ന മാറ്റം, കാറ്റിനുണ്ടാവുന്ന മാറ്റം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നിയമം നടപ്പാക്കണമെന്ന് സർക്കാരെങ്കിലും പറയണ്ടേ? ഇവിടെ നിയമം നടപ്പാക്കണ്ടെന്നാണ് പറയണേ. നിയമം വേണ്ട, നമുക്ക് സെറ്റിൽമെൻ്റ് ആവാം. കമ്പനി എത്ര വലിയ ആളാവട്ടെ, ഏത് കമ്പനിക്കും അവരുടെ പ്രോഫിറ്റ് അല്ലേ നോക്കുക, വേറെ അവർ നോക്കൂ. അപ്പോൾ കേസ് കൊടുത്താൽ അവർ ചിലപ്പോൾ ഇത് നിർത്തിപ്പോകും എന്നുള്ള രണ്ടാമത്തെ കാര്യം. അവിടെയാണ് ഇന്റർനാഷണൽ മാരിടൈം കൺവെൻഷൻ നമ്മൾ നിയമപരമായി ഇതിലെത്രത്തോളം ചെയ്യാൻ കഴിയുന്ന ആലോചിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ നമ്മൾ കൺസെൻസസ് ആണ്, കോംപ്രമൈസ് ആണ് എന്ന് ആദ്യമേ തീരുമാനിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയോട് എനിക്ക് യോജിപ്പില്ല. പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ടുണ്ട് ഈ കപ്പൽ ഛേദവും അതുപോലെയുള്ള പൊല്യൂഷനും, പല രാജ്യങ്ങളുടെയും. അത് ശരിയാണ്, കാരണം ഗവൺമെൻറ്റുകൾ ഞാൻ ഗവൺമെൻറ് ഒരാളുടെ ഗവൺമെൻറ് അല്ല, ഈ കടൽ അനന്തകാലത്തേക്ക് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സർക്കാരാവട്ടെ കേരള സർക്കാരാവട്ടെ, അവരല്ലേ അതിന് ഉത്തരവാദികൾ. അവരത് ചെയ്യുന്നില്ലെങ്കിൽ, നിയമം പാലിക്കുന്നില്ലെങ്കിൽ, പിന്നെ നേരത്തെ അഭിലാഷ് പറഞ്ഞ ഏത് കൺവെൻഷൻ എന്താ അർത്ഥമുള്ളത്? ഇവിടെ അഡ്ജസ്റ്റ്മെന്റിലാണ് പോണെങ്കിൽ കൺവെൻഷനും നിയമമൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടായാൽ. ഇപ്പൊ മാത്രമല്ല, ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ പുതിയ ഈ കപ്പൽ
ഇപ്പോൾ ഇന്നലെ ഇന്നിപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പൽ, ആ കപ്പലിൻ്റെ കമ്പനി എത്ര വലുതാണെന്ന് എനിക്കറിയില്ല. ആ കപ്പലിൻ്റെ കമ്പനി ഇതിനേക്കാൾ വലുതാണെങ്കിലോ അവരൊക്കെ നന്നായി ചെയ്തോളുന്നേ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, സഹിക്കാം എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ആശങ്ക ഉണ്ടെന്ന് പറയാം. എന്താ ആശങ്ക? ഈ ആശങ്ക എങ്ങനെ പരിഹരിക്കാം? ഒരു ശാസ്ത്രീയ പഠനത്തിന് നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റി അടക്കമുള്ള ആളുകൾ പഠിച്ചിട്ടുണ്ട് അഭിലാഷേ. ഞാൻ കൃത്യമായി പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുക, രഹസ്യമായിട്ട് അന്വേഷിക്കുക. കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകൾ ഈ തോട്ടപ്പള്ളിയിലെ വിഷയം പഠിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞതാണ് കാൽസ്യം കാർബൈഡ് അതിൽ ഒരു വലിയ തോതിൽ വന്നിട്ടുണ്ട്. അത് കാൽസ്യം കാർബൈഡിൽ നിന്ന് നമുക്ക് ആർസനിക് ഉണ്ടാവും. ആർസനിക് ഉണ്ടായാൽ ആർസനിക് എത്ര അപകടകരമായ ഒരു ലോകമാണെന്ന് നമുക്കറിയാലോ. എങ്ങനെയാണ് അതൊക്കെ സാൽവേജ് ചെയ്യണേ? എവിടെന്നാ സാൽവേജ് ചെയ്യണേ? മത്സ്യത്തിൻ്റെ അകത്ത് പോയതും കടലിനടി പോയതും കക്കയുടെ അടുത്ത് പോയതും ആമ കഴിച്ചു പോയതും നിങ്ങൾ എവിടെ നിന്ന് സാൽവേജ് ചെയ്യണമെന്ന് പറയണേ? ഈ ഫുഡ് ചെയിൻ ഇത് വളരെ അപകടകരമാണ് എന്ന് ലോകം അംഗീകരിച്ചത്. ഈ കൺവെൻഷൻ എന്തിനാണ്? ഈ കൺവെൻഷൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. എന്തിനാണ് ഈ കൺവെൻഷൻ ഉണ്ടാക്കിയത്? ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ടുണ്ടാക്കിയ കൺവെൻഷനാണത്. തീരുമാനങ്ങളാണ്. ആ ശാസ്ത്രീയ പഠനത്തെയൊക്കെ നമ്മൾ മാറ്റിവെച്ച് കൺവെൻഷൻ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. പ്രായോഗികമായി എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ആശങ്കയല്ലേ?